പ്രൈസ് ടു സെയിൽസ് എന്ന് പറയുന്ന റേഷ്യോ അത് പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു മാറ്റർ എന്ന് പറയാം. അതായത് ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ഇപ്പോഴത്തെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ 100 രൂപ വിലയുള്ള ഒരു ഓഹരി, ആ ഓഹരിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വാല്യൂ ഉണ്ടാവേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ 2024 ഓഗസ്റ്റിൽ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ വില 150 രൂപ നിൽക്കുന്നു, 150 റുപ്പീസ് ഫോർ എ പെർട്ടിക്കുലർ കമ്പനി. ആ കമ്പനിക്ക് ഇപ്പോൾ 150 രൂപ നിൽക്കുമ്പോൾ ഈ 150 രൂപയ്ക്ക് വാല്യൂ വരത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു അസറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ്, റിസൾട്ട്, EPS അല്ലെങ്കിൽ PE, ഇങ്ങനത്തെ കുറേ റേഷ്യോസ് നോക്കുമ്പോൾ ഈ വാല്യൂവിനുള്ളതില്ലല്ലോ. മീൻസ് ഇറ്റ് ഈസ് നോട്ട് എന്താണ് വർത്ത് ബൈയിങ് എന്നൊക്കെ പറയുമ്പോൾ പറയും വാല്യൂ ഫോർ മണി അല്ല എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ അങ്ങനത്തെ കുറേ പിന്നെ റേഷ്യോസ് വെച്ച് നോക്കിയാൽ ഇത് റിയൽ പ്രൈസ് ആണോ, 150 രൂപ കൊടുത്ത് വാങ്ങിയാൽ എനിക്ക് ഇവിടെ നിന്നൊരു വില ഇനി ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ടോ, വരുന്ന ക്വാർട്ടർലി റിസൾട്ട് കൂടെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോൾ വാങ്ങിയതിനേക്കാളും വില കൂട്ടി വിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഒരു പിന്നെ റിവ്യൂ ആണ് ഈ പ്രൈസ് ടു സെയിൽസ് അല്ലെങ്കിൽ പിന്നെ പ്രൈസ് ടു വാല്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ